Hi students, welcome to the lecture. Today we will be dealing with income and non-income indices. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കി. അതിൽ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സും അതുപോലെ തന്നെ ജെൻഡർ എംപവർമെൻറ്റ് മെഷറുമാണ്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. The Human Poverty Index was an indication of poverty of community in a country developed by United Nations to complement the Human Development Index and was first reported as a part of Human Deprivation Report in 1997. ഈ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ ഡിപ്രിവേഷൻ റിപ്പോർട്ട് ഓഫ് 1997 ഒരു പാർട്ടായിട്ടാണ് ആദ്യമായിട്ട് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് പോവർട്ടി ഓഫ് എ കമ്മ്യൂണിറ്റി ഇൻ എ കൺട്രി. ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പോവർട്ടീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് കോംപ്ലിമെൻ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് ബെറ്റർ റിഫ്ലക്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിപ്രിവേഷൻ ഇൻ ഡിപ്രൈവ്ഡ് കൺട്രീസ് കമ്പയർഡ് ടു ദ HDI. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ HPI പ്രധാനമായിട്ടും കാണിക്കുന്നത് ഈ ഡിപ്രൈവ്ഡ് കൺട്രീസിലെ എത്രത്തോളം ഡിപ്രിവിയേഷൻ ഉണ്ട്, ഡിപ്രൈവ്ഡ് കൺട്രീസിൽ എത്ര എക്സ്റ്റെൻറ്റോളം ഡിപ്രിവിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2010 ഇത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആയിട്ട് UN സപ്ലാൻഡ് ചെയ്തു അല്ലെങ്കിൽ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഒരു കൺട്രിയിൽ എത്രത്തോളം പോവറാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. ഇത് HDIയുടെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ഡിപ്രിവേഷൻ റിപ്പോർട്ടിൻ്റെ പാർട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2010 ഇത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് സപ്ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദെൻ ദിസ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ഡിപ്രിവിയേഷൻ ഇൻ 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. 3 എസെൻഷ്യൽ എലമെൻറ്റ്സിലാണ് ഈ HPI കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലോങ്ങിറ്റിവിറ്റി, നോളജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഏതൊക്കെയാണ്? ലോങ്ങിറ്റിവിറ്റി, നോളജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിലാണ് പ്രധാനമായിട്ടും ഈ HPI കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ HPI ഇസ് ഡിറൈവ്ഡ് സെപ്പറേറ്റ്ലി ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഈ HPI ഡെവലപ്പിംഗ് കൺട്രീസിന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ HPI 1 എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ HPI 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് സെലക്ട് ഹൈ ഇൻകം OECD കൺട്രീസ്. അതുപോലെ തന്നെ ഈ HPIനെ ഒരു സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിനെ കൂടി ഡെപ്പിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സോ അതിനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് HPI 2 എന്നുള്ളത്. സോ ഈ HPI 1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിനെയും. HPI 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എ സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിനെയുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഡിവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു റിഫ്ലക്ട് ദ സോഷ്യൽ എക്കണോമിക് ഡിഫറൻസസ് ആൻഡ് ഓൾസോ വൈഡ്ലി ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിപ്രിവിയേഷൻ. അതായത് ഈ രണ്ട് ഗ്രൂപ്പ്സിനുമുള്ള എത്രത്തോളം ഡിപ്രിവിയേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് ഡിഫറൻസുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ രണ്ട് ഡിവിഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പ്രധാനമായിട്ടും HPIക്ക് 3 എസെൻഷ്യൽ കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലോങ്ങിറ്റിവിറ്റി, നോളജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, ഇനി ഇത് HPI 1നും HPI 2നും ഡിഫറെൻ്റ് ആണ്. ലോങ്ങിറ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് സർവൈവിങ് ടു ദ ഏജ് ഓഫ് 40. അതായത് 40 വയസ്സ് വരെ സർവൈവ് ചെയ്യുന്നില്ലാത്തതിൻ്റെ പ്രോബബിലിറ്റിയാണ് HPI 1 അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ അകത്ത് നോക്കുന്നത്. ഇനി സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ദ ഏജ് ഓഫ് 60. ഇവിടെ നമ്മൾ 60 ആണ് ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോളജ് HPI 1 നമ്മൾ നോളജിൻ്റെ കേസ് നോക്കുന്നത് അഡൽട്ട് ലിറ്ററസി റേറ്റിലാണ്. HPI 2 നമ്മൾ നോളജിൻ്റെ കേസ് നോക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് അഡൽട്ട് ലാക്കിംഗ് ലിറ്ററസി സ്കിൽ. അതായത് ലിറ്ററസി സ്കില്ല് ഇല്ലാത്ത എത്ര പെർസെൻറ്റേജ് അഡൽട്ട് ഉണ്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ എത്ര ആൾക്കാർക്ക് ലിറ്ററസി സ്കിൽ ഇല്ല, അതാണ് നമ്മൾ HPI 2 നോക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ട്. അത് HPI 1 നമ്മൾ നോക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ നോട്ട് യൂസിങ് ആൻഡ് ഇംപ്രൂവ്ഡ് വാട്ടർ
ആൻഡ് ചിൽഡ്രൻ അണ്ടർ വെയ്റ്റ് ഓഫ് ദെയർ ഏജ്, അതായത് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭിക്കാത്ത പോപ്പുലേഷനെ നമ്മൾ HPI-1 കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ചിൽഡ്രനെയും നമ്മളിപ്പം 5 വയസ്സിൽ ഇത്ര വെയിറ്റ് വേണം എന്നുണ്ടല്ലോ, ആ ഒരു വെയിറ്റ് ഇല്ലാത്തവരെന്നാണ് നമ്മൾ അണ്ടർ വെയ്റ്റ് ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് 5 വയസ്സിൽ ഒരു 30 കിലോ വെയിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ 30 കിലോയിനേക്കാളും താഴെയാണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ സെയിം ഏജിലുള്ള കുട്ടികളിൽ ഈ ഒരു കറക്റ്റ് വെയിറ്റ് മെഷർ ഇല്ലാത്തവരെ നമ്മൾ HPI-1 സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇല്ലാത്ത ഒരു ക്രൈറ്റീരിയയിലോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി HPI-2 കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ലിവിങ് ബിലോ പോവർട്ടി ലൈൻ. അപ്പോൾ എന്താണ്, ഒരു മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ ഇല്ലാത്തവരെയാണ് നമ്മൾ HPI-2 സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇല്ലാത്തവരെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി എബവ് പോവർട്ടി ലൈനും ഉണ്ട്, ബിലോ പോവർട്ടി ലൈനും ഉണ്ട്. സോ അതായത് ദാരിദ്ര്യരേഖയുടെ താഴെ നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ HPI-2 അല്ലെങ്കിൽ സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇല്ല, അല്ലെങ്കിൽ അത് കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ ഫർദർ. സോ നമ്മൾ HPI-1 കാൽക്കുലേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനുള്ള ഒരു ഫോർമുലയാണ് HPI-1 is equal to 1/3 of P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha whole raised to 1/alpha. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ HPI-1 is equal to 1/3 of P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha whole raised to 1/alpha. ഓക്കെ, ഇതിൽ P1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ദ ഏജ് ഓഫ് 40, അതായത് 40 വയസ്സ് വരെ സർവൈവ് ചെയ്യുന്നില്ലാത്ത ആ ഒരു ലോങ്ങിറ്റിവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്? P1 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. P2 എന്ന് പറഞ്ഞിരിക്കുന്നത് അഡൽട്ട് ഇല്ലിട്രസി റേറ്റ് ആണ്. P3 എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർ വെയ്റ്റഡ് ആവറേജ് ഓഫ് പോപ്പുലേഷൻ നോട്ട് യൂസിങ് ആൻ ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സ് ആൻഡ് ചിൽഡ്രൻ അണ്ടർ വെയ്റ്റ് ഫോർ ദ ഏജ്. അത് നമ്മൾ ഓൾറെഡി കുറച്ച് മുൻപ് കമ്പോണൻസ് നമ്മൾ വിശദീകരിച്ചതാണ്. വീണ്ടും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബോറടിക്കും. ഓക്കെ, ഇനി ആൽഫ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 3 എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആവറേജ് ആണ്, ഇവിടെ ടോട്ടൽ ആവറേജ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആൽഫ ഈക്വൽ ടു 3 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ. ഇനി ഇവിടുത്തെ ഹൈ ഇൻകം OECD കൺട്രീസ് ഉണ്ടല്ലോ, സോ അതിനെയാണ് നമ്മൾ HPI-2 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് HPI-2 is equal to 1/4 of P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha whole raised to 1/alpha. ഓക്കെ, ഇതിൽ P1 എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ദ ഏജ് ഓഫ് 60. P2 എന്ന് പറഞ്ഞിരിക്കുന്നത് ലിറ്ററസി സ്കിൽസ് ലാക്ക് ചെയ്തിരിക്കുന്ന അഡൽട്ടിൻ്റെ പെർസെൻറ്റേജ്. P3 എന്ന് പറഞ്ഞിരിക്കുന്നത് പോവർട്ടി ലൈനിൻ്റെ താഴെ ഇൻകം ഉള്ള ആൾക്കാരുടെ പെർസെൻറ്റേജ്. അതുപോലെ P4 എന്ന് പറഞ്ഞിരിക്കുന്നത് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ളവരുടെ റേറ്റ്. അതായത് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 1 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി ഇതിലും ആൽഫ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ്, പക്ഷേ ഇവിടെ ആവറേജ് എടുക്കുന്നത് 4 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു 3 എന്ന് എടുക്കുന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ആവറേജ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 ഡിവൈഡഡ് ബൈ 4 ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ആൽഫ ബേസ് ചെയ്തിട്ട് നമ്മളിത് എഴുതുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാത്തിനും കൊടുക്കുന്നത്. അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൽഫ ഈക്വൽ ടു 3 ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് HPI. ഇനി HPIയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ HPIക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി മാത്രമാണ് ഉള്ളത്. ബിക്കോസ് ഇറ്റ് കമ്പൈൻഡ് ആവറേജ് ഡിപ്രിവിയേഷൻ ലെവൽസ് ഓഫ് ഈച്ച് ഡയമെൻഷൻ ആൻഡ് ദസ് കുഡ് നോട്ട് ബി ലിങ്ക്ഡ് ടു എനി സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഇതിനകത്ത് എന്താണ് ആവറേജ് എടുത്തിരിക്കുന്നത് ഓരോ ഡയമെൻഷൻ്റെയാണ്. ഇപ്പോൾ ലോങ്ങിറ്റിവിറ്റി, നോളജ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ ഓരോ ഡയമെൻഷൻ്റെയും എന്താണ് ആവറേജ് ഡിപ്രിവിയേഷൻ ലെവലാണ് ഇതിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതൊരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലോട്ടേക്ക് ലിങ്ക് ചെയ്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ് എന്തിനുള്ളത്? ഈ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിന് ഉള്ളത്. സോ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2010 ഈ HPIനെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ MPI ആയിട്ട് സബ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ MPI ഡയറക്ട്ലി മെഷേഴ്സ് ദ കോമ്പിനേഷൻ ഓഫ് ഡിപ്രിവിയേഷൻ അറ്റ് ഈച്ച് ഹൗസ് ഹോൾഡ് എക്സ്പീരിയൻസസ്.
സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കാനായിട്ട് ആർക്ക് സാധിക്കത്തില്ല, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിന് സാധിക്കത്തില്ല. സോ ആ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയുടെ ആ ഒരു ഡിപ്രൈവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി വന്നിരിക്കുന്നത്. ഇത് ഹൗസ് ഹോൾഡ് എക്സ്പീരിയൻസസിൽ ഈ ഡിപ്രിവേഷൻ്റെ കോമ്പിനേഷൻസ് മെഷർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ MPI complements traditional monetary based poverty measure by capturing acute deprivations that each person faces at the time with respect to education, health and standard of living. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ട്രഡീഷണൽ മോണിറ്ററി ബേസ്ഡ് പോവർട്ടി മെഷറിൻ്റെ കൂടെ തന്നെ ഓരോ വ്യക്തിയും ഫേസ് ചെയ്തിരിക്കുന്നത്, അതായത് എഡ്യൂക്കേഷൻ്റെ ബേസിസിലും ഹെൽത്തിൻ്റെ ബേസിസിലും ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലും ഓരോ വ്യക്തി ഫേസ് ചെയ്തിരിക്കുന്ന അക്യൂട്ട് ഡിപ്രിവേഷൻസ് കൂടി ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് MPIയുടെ HPA ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമ്മൾ മൂവ് ചെയ്യാം. ഇനി വാട്ട് ഡസ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ? ഇതിൽ പ്രധാനമായിട്ടും 3 ഡയമെൻഷൻസാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇനി ഇതിന് ഓരോ ഡയമെൻഷനും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കേസിലാണെങ്കിൽ ന്യൂട്രീഷൻ, ചൈൽഡ് മോർട്ടാലിറ്റി, ഇത് ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇൻ കേസ് ഓഫ് MPI. ഇനി എഡ്യൂക്കേഷൻ്റെ കേസസിലാണെങ്കിൽ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, അതുപോലെ സ്കൂൾ അറ്റൻഡൻസ്, ഇത് എഡ്യൂക്കേഷൻ്റെ കേസിൽ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കേസിലാണെങ്കിൽ കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, അസറ്റ്സ്. സോ ഇതെല്ലാം എന്താണ്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ കേസിൽ ഈ 3 ഡയമെൻഷൻസിനും വരുന്ന സെപ്പറേറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്. സോ ഇതിൽ ഈ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കൺട്രി മൾട്ടി ഡയമെൻഷനലി പുവറാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് മൾട്ടി ഡയമെൻഷനലി പുവറാണോ റിച്ച് ആണോ എന്നൊക്കെ നമ്മൾ ഗ്ലോബലി നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. Multidimensional Poverty Index. Multidimensional Poverty Index assess the poverty at individual level. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡിവിജ്വൽ ലെവലിലാണ് പോവർട്ടി അസസ് ചെയ്തിരിക്കുന്നത്. ഇഫ് സംവൺ ഇസ് ഡിപ്രൈവ്ഡ് ഇൻ എ 3 or more out of 10 indicators, the global index defines them as MPI poor. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹെൽത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ നോളജിൻ്റെ കേസിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കേസിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് MPIയിൽ വരുന്നുണ്ട്. അതായത് ടോട്ടൽ 10 ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഈ 10 ഇൻഡിക്കേറ്റേഴ്സിൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൽ ഡിപ്രിവേഷൻസ് ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലെവലിൽ അവരെ MPI പൂവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ പോവർട്ടി ഈസ് മെഷേർഡ് ബൈ ദ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിവേഷൻ ദേ ആർ എക്സ്പീരിയൻസിങ്. സോ ഇവർ MPI പൂവറായി, സോ അവർ എത്രത്തോളം ഡിപ്രിവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നത് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിവേഷൻസ് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ദ എക്സ്റ്റെൻറ്റ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ പോവർട്ടി ഈസ് മെഷേർഡ് ബൈ ദ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിവേഷൻസ്. എത്രത്തോളം പെർസെൻറ്റേജ് ഡിപ്രിവേഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മൾ നോക്കുന്നത്, ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് MPI പൂവർ നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ. ഇനി MPI കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2011 ആൽക്കെയർ ആൻഡ് ഫ്രോസ്റ്റർ ആണ് ഈ MPIയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൊണ്ടുവരുന്നത്. സോ MPI ഇസ് ഈക്വൽ ടു M0 വിച്ച് ഇസ് ഈക്വൽ ടു H ഇൻറ്റു A. അതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, M0 എന്ന് പറഞ്ഞിരിക്കുന്ന MPIനെ തന്നെ കാണിക്കുന്നതാണ്. H എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോ ആണ്. അതുപോലെ A എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആവറേജ് ഷെയർ ഓഫ് ഡയമെൻഷൻസ് ഓർ പ്രപ്പോർഷൻ ഓഫ് വെയ്റ്റഡ് ഡിപ്രിവേഷൻസ് ദാറ്റ് എ പേഴ്സൺ സഫർ ഓർ പീപ്പിൾ സഫർ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഈ Hഉം Aയും എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, ഇൻസിഡൻസ് ഓർ ദ ഹെഡ് കൗണ്ട് റേഷ്യോ. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ആർ പുവർ. അതായത് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, എക്സ്റ്റെൻറ്റ് ഓഫ് ഡിപ്രിവേഷൻ നമ്മൾ നോക്കുന്നുണ്ട്, പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ. സോ ഇവിടെ H കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസിഡൻസ് ആണ് അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് റേഷ്യോ ആണ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം പെർസെൻറ്റേജ് ജനങ്ങൾ പുവറാണ്, എത്ര പെർസെൻറ്റേജ് ഇത്ര പോപ്പുലേഷനിൽ എത്ര പെർസെൻറ്റേജോളം ജനങ്ങൾ പുവറാണ്, അത് നോക്കുന്നതാണ് ഈ H എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് പീപ്പിൾസ് ഡിപ്രിവേഷൻ ആണ് A കൊണ്ട് കാണിക്കുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് പീപ്പിൾസ് ഡിപ്രിവേഷൻസ്. ദെൻ ഇറ്റ് ഈസ് ദ ആവറേജ് ഷെയർ ഓഫ് ഡയമെൻഷൻസ് പീപ്പിൾ സഫർ അറ്റ് ദ സെയിം ടൈം. അതായത് കുറച്ച് ആൾക്കാർ നമ്മൾ ഗ്രൂപ്പായിട്ട് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ
ഷെയർ ഓഫ് ഡയമെൻഷൻസ് സഫർ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, 10 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ ഇതിൽ ഈ 10 ഇൻഡിക്കേറ്റേഴ്സിൽ 4 ഒരുമിച്ച് സഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട്, അതാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് പീപ്പിൾസ് ഡിപ്രിവിയേഷൻ നോക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ എ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ ഡിപ്രിവിയേഷൻ. സോ അവരുടെ ഡിപ്രിവിയേഷൻ ജോയിൻ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ എ കൊണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ഇൻസിഡൻസ് ആണ് എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. എച്ചിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ പുവർ ആണ് എന്നുള്ളതാണ് ഈ എച്ച് കൊണ്ട് കാണിക്കുന്നത്. പിന്നെ വരുന്നതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് പീപ്പിൾസ് ഡിപ്രിവിയേഷൻ. അതാണ് എ കൊണ്ട് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു ഡിപ്രിവിയേഷൻ്റെ ഉണ്ടല്ലോ, ഡിപ്രിവിയേഷൻസിൽ അതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 10 പേര് എത്ര ഡിപ്രിവിയേഷൻ ജോയിൻ്റ്ലി അവരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഒരു കോമൺ ആയിട്ടുള്ള ഡിപ്രിവിയേഷൻസ് സഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ എ കൊണ്ട് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ ഡിപ്രിവിയേഷൻസ്. അതാണ് എ കൊണ്ട് കാണിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് മെഷറിലോട്ടേക്കാണ്. അതാണ് ജെൻഡർ എംപവർമെൻറ്റ് മെഷർ എന്നുള്ളത്. ജെൻഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, മെയിൽ, ഫീമെയിൽ, അതേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്. അതാണ് നമ്മുടെ 3 ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ജെൻഡർ എംപവർമെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ജെൻഡേഴ്സിൻ്റെ അകത്ത് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഉന്നമനത്തിലോട്ടേക്ക് കൊണ്ടുവരിക. ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഈ ജെൻഡർ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വുമണിനെ പബ്ലിക്കിലോട്ടേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പബ്ലിക് അറീനയിലോട്ടേക്ക് കൊണ്ടുവന്ന് വുമണിൻ്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന് തന്നെ വുമണിനെ എംപവർ ചെയ്യുക, അല്ലെങ്കിൽ വുമണിനെ അപ്ലിഫ്റ്റ് ചെയ്യുക. അതാണ് ജെൻഡർ എംപവർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജെൻഡർ എംപവർമെൻറ്റ് മെഷേഴ്സ് the ability of women to participate in the process of achieving improvements. It is calculated by combining 2 indicators of economic power and political power. എക്കണോമിക് പവറിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പവറുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഹൗ മച്ച് ആൻഡ് ദ ടൈപ്പ് ഓഫ് ജോബ്, അതാണ് എക്കണോമിക് പവർ. പൊളിറ്റിക്കൽ പവർ എന്ന് പറയുമ്പോഴത്തേക്കും CEO, മാനേജർ, പ്രസിഡൻറ്റ് അങ്ങനെ ഉള്ള ഗവൺമെൻറ്റിൽ പവേഴ്സും നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. മെയിനായിട്ട് വുമണിൻ്റെ പാർട്ടിസിപ്പേഷൻ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം, സോ വുമണിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാം, അതൊക്കെയാണ് ജെൻഡർ എംപവർമെൻറ്റ് മെഷറിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ മൂവിങ് ഓൺ. ജെൻഡർ എംപവർമെൻറ്റ് മെഷർ ക്യാപ്ചേഴ്സ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ 3 ഏരിയാസ്. 3 ഏരിയാസിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ, ദാറ്റ് ഈസ് വുമൺ ആൻഡ് മെൻ പെർസെൻറ്റേജ് ഷെയർസ് ഓഫ് പാർലമെൻ്ററി സീറ്റ്സ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പാർലമെൻ്ററി സീറ്റ്സിൽ വുമൻ്റെയും അതുപോലെ തന്നെ മെന്നിൻ്റെയും പാർട്ടിസിപ്പേഷൻ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എത്രത്തോളം സീറ്റ്സ് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അതാണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. പിന്നെ വരുന്നത് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവറാണ്. ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് മെയിൽ ആൻഡ് ഫീമെയിൽ പെർസെൻറ്റേജ് ഓഫ് പൊസിഷൻസ് ആസ് ലെജിസ്ലേറ്റേഴ്സ്, സീനിയർ ഒഫീഷ്യൽസ് ആൻഡ് മാനേജേഴ്സ്. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്? 2 ഇൻഡിക്കേറ്റേഴ്സാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെന്നിൻ്റെയും ഫീമെയിലിൻ്റെയും ലെജിസ്ലേറ്റേഴ്സ്, സീനിയർ ഒഫീഷ്യൽസ്, മാനേജേഴ്സ് ഈ പൊസിഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ്. രണ്ടാമത്തേത് പ്രൊഫഷണൽ ടെക്നിക്കൽ പൊസിഷൻസ് മെയിലും ഫീമെയിലും എത്രത്തോളം പെർസെൻറ്റേജ് ഷെയർ ചെയ്യുന്നു, അതാണ് രണ്ടാമത് എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ വരുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ വരുന്നതാണ് പവർ ഓവർ എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ആസ് മെഷേർഡ് ബൈ ഫീമെയിൽ ആൻഡ് മെയിൽ എസ്റ്റിമേറ്റഡ് ഏൺഡ് ഇൻകം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഹൗ മച്ച് എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ജെൻഡർ എംപവർമെൻറ്റ് മെഷറിൽ. മെയിൽ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, ഫീമെയിൽ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ആണ് ഈ പവർ ഓവർ എക്കണോമിക് റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജെൻഡർ എംപവർമെൻറ്റ് മെഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ജെൻഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീമെയിലിനെയാണ്, അല്ലെങ്കിൽ വുമനെയാണ്. വുമനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ജെൻഡർ എംപവർമെൻറ്റ് മെഷർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജെൻഡറിൽ ഈ ഫീമെയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഇൻഇക്വാലിറ്റീസ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരുന്നതൊക്കെ ഇതിന് ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, പവർ ഓഫ് ഓവർ എക്കണോമിക് റിസോഴ്സസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇതിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇക്വലൻറ്റ് പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഇൻകം, നോൺ ഇൻകം ഇൻഡിസസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട്
ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.